ഹലോ, ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി മാത്രം മതി, പിന്നെ പഞ്ചസാര വേണമെന്നേ ഉള്ളൂ. പക്ഷേ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. വളരെ അടിപൊളി ഒരു പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. മാത്രമല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരിക്കലും നമുക്ക് തോന്നൂല. വെറും ഗോതമ്പ് പൊടി മാത്രം മതി ഇതിന്. ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏലക്കായുടെ ആ കുരു മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നാൽ പോലും അതിൻ്റെ ആ ടേസ്റ്റ് വരും. കുരു മാത്രം എടുത്തിട്ടിട്ടാലും ടേസ്റ്റ് വരും. കുറച്ച് വലിയ ഏലക്കായ ആയതുകൊണ്ട് ഞാൻ 1 എടുത്തു. 1 തന്നെ മതി, അതിൻ്റെ ടേസ്റ്റ് വരാൻ 1 തന്നെ ധാരാളമാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ബാക്കി ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മളിത് പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ ഒന്നിങ്ങ് നനച്ചെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി റെഡിയാക്കി എടുക്കണം. ഈ ഓയിൽ എല്ലായിടത്തും ഒന്ന് എത്തണം. ഇപ്പോൾ കണ്ടോ, അങ്ങനെ പിടിച്ചാൽ ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഗോതമ്പ് പൊടി തന്നെയാണ്. മൈദ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് പുറമേ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് പിന്നെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ എന്നുള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ ലെയറായിട്ട് ഇത് കിട്ടണം. കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുക. നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കുക തന്നെ വേണം. പെട്ടെന്ന് അങ്ങ് കയറി പരത്തരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതിലേക്ക് കിട്ടൂല. ഞാനിപ്പോൾ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2ഓ 3ഓ ഒക്കെ ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 1 കപ്പ് പൊടിയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ 2 കപ്പാണ് 2 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. ഒരുപാട് ഇപ്പോൾ ചപ്പാത്തി പോലെയൊന്നും കനം കുറച്ച് പരത്തരുത്. ഞാൻ കാണിക്കാം ഇത് എത്രത്തോളം ആണ് കട്ടി വേണ്ടതെന്ന്. ഒരുപാട് ഇതാക്കി പരത്തരുത്. ഇതിലിപ്പോൾ കുറച്ച് കറുത്ത കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്ക്, അത് ഏലക്കായുടെ കുരുവാണ്. അത് നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് അതൊക്കെ വെച്ചിട്ട് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് കിട്ടി. ഇനി ഇത് നമ്മൾ ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ കുറച്ചും കൂടി വീതി കൂടിയൊരു ടൈപ്പ്. ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണതെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ത്രികോണാകൃതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാനിതായി കാണിക്കുന്നത് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ ചെയ്യാം, അപ്പോഴേ കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വലുതാക്കിയിട്ട് പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ചെറുതാക്കി മുറിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതെല്ലാം ചേർത്തിട്ട് വീണ്ടും ചെയ്യുക. ഇപ്പം ഞാൻ 2ാമത്തതും പരത്തി കഴിഞ്ഞു. ഇനി അതും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ക്രിസ്പി ആയി പോവും. നമുക്ക് ക്രിസ്പി ആയിട്ടല്ല വേണ്ടത്. പുറം ഭാഗം ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റും ആയിട്ടുള്ള ആ ടൈപ്പാണ് നമുക്ക് വേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ അഥവാ ശരിക്കും പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കത്തി എണ്ണയിലോ അങ്ങനെയൊക്കെ ഒന്ന് മുക്കിയാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാവുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിം ആക്കിയാൽ മതി.
അങ്ങനെ വേവാത്തൊരു പ്രശ്നം വരുന്നൊരു സംഭവമല്ല ഇത്, പെട്ടെന്ന് തന്നെ വേവും. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ലത്. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ തമ്മിൽ ഒട്ടിയിട്ട് രണ്ടും കൂടി ഒട്ടിയിരിക്കണ ആ ഭാഗം വേവാത്തൊരു പ്രശ്നം വരും. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ സ്വയം തന്നെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കും. നമ്മൾ ചട്ടുകം കൊണ്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉള്ള പൊടി. പിന്നെ പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ ധാരാളമാണ്. ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ, ഈ സമയത്തൊക്കെ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഇതാണ്. മാത്രമല്ല ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുക, റെസ്റ്റ് ചെയ്യൊന്നും ചെയ്യേണ്ട. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സംഭവമാണ്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ പഞ്ചസാര കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഫ്രൈ ചെയ്ത് ഉടനെ കഴിക്കണത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഞാൻ കോരിയെടുക്കുകയാണ്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കോരിയെടുക്കുക. പെട്ടെന്ന് തന്നെ ആവും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അരിമാവൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഇത് ഗോതമ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാൻ സാധാരണ നമ്മളെ വീട്ടിൽ പൊടിക്കണ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, ഈവൻ മൈദപ്പൊടി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എപ്പോഴും ആട്ടയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യും അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് പരന്നൊരു പാത്രമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുറേ എണ്ണ ഇട്ടിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് പഞ്ചസാര പാനിയിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കാരമലൈസ് ചെയ്യണ്ട, വെറുതെ പഞ്ചസാര ഉരുക്കിയിട്ട് നമ്മൾ ചില പലഹാരങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ ശർക്കര വരട്ടിയൊക്കെ ചെയ്യൂലേ, അതുപോലെ പഞ്ചസാരയിലൊന്ന് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തത്. ഏകദേശം 1/4 കപ്പാണ്. 1/4 കപ്പ് പഞ്ചസാര, അതായത് 1 കപ്പ് ആട്ടപ്പൊടിക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി വെള്ളം, വളരെ കുറച്ച്, 1 സ്പൂൺ വെള്ളം, അത് കണ്ടാലറിയാം 1-1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക, കാരണം വെള്ളം കൂടിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറേ സമയം നമ്മളിങ്ങനെ സ്റ്റൗവിൽ വെച്ച് ഇളക്കി ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് വെള്ളം വളരെ കുറച്ച് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പഞ്ചസാര കാരമലൈസ് ആയി പോവും. അങ്ങനെ ആവാതെ നോക്കണം. വൈറ്റ് കളറിൽ തന്നെ നമുക്കിത് വരണം. പഞ്ചസാര വൈറ്റ് കളറിലായിട്ട് വേണം ഇതിൽ കോട്ട് ചെയ്യാൻ. ഇത് ഒറ്റനൂൽ പരുവമാക്കണം. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒറ്റനൂൽ പരുവമായോ എന്നറിയാൻ നമ്മൾ ഈ പഞ്ചസാര, ഈ പാനി രണ്ട് വിരലിൻ്റെ ഇടയിലാക്കിയിട്ട് ഒന്ന് വലിച്ച് നോക്കുക. അപ്പോൾ ഒരു നൂല് വരുമ്പോഴാണ് നമ്മൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുക. അങ്ങനെ 1 സ്ട്രിങ് ആയോ എന്ന് നോക്കണം. ഇതിങ്ങനെ തൊട്ട് നോക്കുക, കണ്ടോ? ഇപ്പോൾ തന്നെ നൂല് പോലെ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ രണ്ട് വിരലും ടച്ച് ചെയ്യുമ്പോൾ ഒരു നൂല് കാണുന്നുണ്ടെങ്കിൽ ഒറ്റനൂൽ പരുവായി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം അതിലേക്ക് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് അതിലേക്ക് ഇടുന്നതോടുകൂടി അത് അതിലേക്ക് അങ്ങ് കോട്ടായി പിടിക്കും. പെട്ടെന്ന് തന്നെ ഇളക്കുക. ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും ഈ ടെക്നിക്ക്. ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ അതിലേക്ക് കോട്ടായി. ഫ്ലെയിം വളരെ കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ പഞ്ചസാര കാരമലൈസായി കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ അത് സൂക്ഷിക്കുക. നമ്മൾ ഫ്ലെയിം ഓഫാക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പഞ്ചസാരയൊക്കെ അതിലിങ്ങനെ കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പുറത്ത് കുറച്ച് ക്രിസ്പി ആയിരിക്കും. പ്രത്യേകിച്ച് ആ പഞ്ചസാര അതിലേക്ക് പിടിക്കുന്നതോടുകൂടി കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്